ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് K&F കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ട്രൈപോഡാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിയതാണ്. ഇന്ന് ജസ്റ്റ് ഡെലിവറി കിട്ടിയതുള്ളൂ. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് ആൻ അൺബോക്സിംഗ് വീഡിയോ ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. സോ K&F കൺസെപ്റ്റ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് UK ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഇവർ ഈ ട്രൈപോഡ് പോലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കീ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. റൈറ്റ്, സോ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതാണ് K&F കൺസെപ്റ്റിൻ്റെ ഒരു ട്രൈപോഡാണിത്. ഇത് 2-in-1 സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു ഏകദേശം ഒരു 5.5 ഫീറ്റ് സംതിങ്ങിലേക്കൊക്കെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും പിന്നെ നമുക്ക് വ്ലോഗ് ചെയ്യാനൊക്കെ അത്യാവശ്യം നമുക്കിങ്ങനെ പിടിച്ച് വ്ലോഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കണ്ടോ, എന്താ ലുക്ക്, നല്ല ക്വാളിറ്റി ഫീലിംഗ് ഉണ്ട് കേട്ടോ. നല്ലൊരു റഗഡ് ഫീലിംഗ് ഉണ്ട്. പോരാത്തതിന് ഇതിന് ബ്ലൂടൂത്തിൻ്റെ ഒരു കണക്ടിവിറ്റി വരുന്നുണ്ട്. നമുക്ക് ഒരു സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫി ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ മൗണ്ട് ചെയ്യാനായിട്ടൊരു പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ഇത് ഫോൺ മൗണ്ട് ചെയ്യാനായിട്ട് ഫോൺ മൗണ്ട് ചെയ്യാനായിട്ട് നമ്മളിത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഇത് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഫോൺ മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ടൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഗോപ്രോയിൽ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് 360 ഡിഗ്രിയിൽ നമുക്കിതുപോലെ നമുക്ക് ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഏത് ആംഗിളിലാണെങ്കിലും നമുക്ക് ഫോണൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. വേറെ ഒരു അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ ഇങ്ങനെ മൗണ്ട് ചെയ്ത് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്കിത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് അത്യാവശ്യം നീളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിപ്പോൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ കവറാവില്ല, അത്രയ്ക്ക് നല്ല കുറച്ചുകൂടെ പോകുന്നു തോന്നുന്നു കേട്ടോ. ഇത്ര ഹൈറ്റിൽ നീളം വയ്ക്കും. ഓക്കെ, നമുക്കിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പരിപാടി നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഏതൊരു ആംഗിളിനകത്ത് നമുക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം തന്നെയാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. സംഭവം എല്ലാം മെറ്റലാണെന്ന് തോന്നുന്നു കേട്ടോ. ഫീൽസ് ലൈക്ക് മെറ്റൽ. പിന്നെ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോഴും അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. റൈറ്റ്, ഇനി ഇതിൻ്റെ ഗോപ്രോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് അത് നോക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, അതായതുണ്ടോ ഇവിടെ ഒരു മൗണ്ട് ഉണ്ടായിരുന്നേ, അതിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ജസ്റ്റ് റിമൂവ് ഇറ്റ് ലൈക്ക് ദിസ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഗോപ്രോ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. ഗോപ്രോ മൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഒരു മൗണ്ടും കൂടെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെ യൂസ് ചെയ്യണം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു ബുക്സും ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ മാറ്റി വെക്കാം. പിന്നെ ഇത് ഐ തിങ്ക് ഇറ്റ്സ് അതിൻ്റെ വാറണ്ടി കാർഡോ സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഗോപ്രോ മൗണ്ട് ചെയ്യാനായിട്ട് ഒരു മൗണ്ടിങ് കിറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് സോ ദിസ് ഈസ് ദ ഗോപ്രോ മൗണ്ട് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, നമുക്ക് ഗോപ്രോ ഒന്ന് ജസ്റ്റ് മൗണ്ട് ചെയ്ത് നോക്കിയാലോ ഗൈസ്. സോ ഗോപ്രോ മൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഇവരൊരു പ്രൊവിഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരു മൗണ്ട് ഇവർ തരുന്നുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക.
ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗോപ്രോ എടുക്കുക. അതിനകത്തോട്ട് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഗോപ്രോ അങ്ങനെ മൗണ്ട് ചെയ്തു. എന്ത് സിമ്പിളല്ലേ? എന്തൊരു കൺവീനിയൻറ്റാണ്. നമുക്ക് വീഡിയോ ഒക്കെ വ്ളോഗ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് കറക്റ്റ് ആ ഒരു ഫേസിൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടും. കാരണം ഞാനിപ്പോൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സാധാരണ മൗണ്ടായിരുന്നേ. ബട്ട് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ. അപ്പോൾ നമ്മളിത് മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കണം. കുറേ നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഉയർത്തിപ്പിടിക്കണം. ബട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. കറക്റ്റ് ആ ഫേസിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഗൈസ്. ഞാൻ ഇതിനകത്ത് ഫോണും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് വീഡിയോ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ ഫോണിൽ യൂസ് ചെയ്ത് തരാം. ആ ക്വാളിറ്റി വ്യത്യാസം ജസ്റ്റ് ഉണ്ടാവും. പ്ലീസ് എക്സ്ക്യൂസ്. ഓക്കെ. സോ ഞാനിപ്പോൾ നമ്മുടെ ഫോണിനകത്തോട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളത്. ഇങ്ങനെ ഇളകിപ്പോത്തൊന്നുമില്ല. അത്യാവശ്യം ഇങ്ങനെ പിടിച്ച് ഇളക്കിയാലും ഇളകിപ്പോത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ജസ്റ്റ് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് വീഡിയോ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് വിടർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. മെയിനായിട്ട് ഇതിൻ്റെ എനിക്ക് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഹൈറ്റ് കാരണം നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്കിങ്ങനെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു ഡിവൈസ് തന്നെയാണ് ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടൻറ്റ്സുമായിട്ട് ഞാൻ ഈ ചാനലിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.